Hi friends, welcome to iPlus. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2024 നെറ്റ് ഇംഗ്ലീഷിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ ധാരാളം പാർട്സ് ഓഫ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് വീഡിയോ പാർട്ട് 1, 2, 3 ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്തിൽ ഇതിന് മുന്നേ ഉള്ള ചോദ്യങ്ങൾ 120 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 51 മുതൽ 120 വരെയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ എടുത്ത് കാണണം. കാരണം പഠിച്ചു കഴിഞ്ഞിട്ട് ഇനി എക്സാമിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു വലിയൊരു ജെമ്മാണ് ഈ പറയുന്ന PYQ എന്ന് പറയുന്നത്. ഇതിന് മുന്നേ എന്തൊക്കെ ചോദ്യങ്ങളാണ് നമുക്ക് നെറ്റിന് ചോദിച്ചിട്ടുള്ളത്, നെറ്റ് ഇംഗ്ലീഷിന് ചോദിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ദേ ഇവിടെ നോക്കി, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും തമ്മിൽ നമുക്കൊന്ന് മാച്ച് ചെയ്യണേ. അപ്പോൾ ദേ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് ഐഡിൽസ് ഓഫ് ദ കിങ് എന്ന് പറയുന്ന വർക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ തന്നിരിക്കുന്നതൊക്കെ ബുക്കുകൾ അഥവാ കളക്ഷൻ ഓഫ് പോംസ് ആണ് കേട്ടോ. അതർ സൈഡിൽ തന്നിട്ടുള്ളതോ പോയറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഐഡിൽസ് ഓഫ് ദ കിങ്, ഡ്രാമാറ്റിക് ലിറിക്സ്, സോണറ്റ് ഫ്രം ദ പോർച്ചുഗീസ്, പോംസ് ആൻഡ് ബാലഡ്സ്. ഐഡിൽസ് ഓഫ് ദ കിങ്ങിന് നേരെ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിനെയാണ് തന്നിട്ടുള്ളത്. ആൻഡ് ഡ്രാമാറ്റിക് ലിറിക്സിന് നേരെ AC സ്വിൻബേൺ, പ്ലസ് സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് ആൽഫ്രഡ് ടെനിസൺ. ആൻഡ് യു ക്യാൻ സീ പോംസ് ആൻഡ് ബാലഡ്സ്, അതിന് നേരെ നമുക്കുള്ളത് റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇവിടെ സ്ക്രീനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നോക്കി, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും റോബർട്ട് ബ്രൗണിങ്ങും വരുന്നുണ്ട്. എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും ആൽഫ്രഡ് ലോ ടെനീസണും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു വലിയ കോൺട്രവേഴ്സി നടന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയായിരിക്കും, ഈ കൂട്ടത്തിൽ നമ്മുടെ ആൽഫ്രഡ് ലോ ടെനീസൺ പോയറ്റ് ലോറേറ്റ് ആയിരുന്ന വ്യക്തിയാണ്. ആൻഡ് പോയറ്റ് ലോറേറ്റ്ഷിപ്പിന്റെ പേരിൽ എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും നമ്മുടെ ആൽഫ്രഡ് ലോ ടെനീസണും തമ്മിലായിരുന്നു ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായത്. റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്, ഈ പറയുന്ന എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങും ആൽഫ്രഡ് ലോ ടെനീസണും ഒരേ കാലഘട്ടത്തിൽ നല്ല നല്ല കവിതകൾ എഴുതിയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. അപ്പോൾ ഇവരുടെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയും ആൻഡ് ടെനീസൺ ആണ് അവസാനം പോയറ്റ് ലോറേറ്റ്ഷിപ്പിലേക്ക് എത്തുകയും ചെയ്തത്. ഓക്കെ, സോ ഐഡിൽസ് ഓഫ് ദ കിങ്ങിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസേഴ്സ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോയിൽ. A3 B2 C1 D4 ഉണ്ട്, A4 B3 C2 again D1 ഉണ്ട്. And you can see A3 B4 C1 D2 and A2 B4 C1 D3. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ നമുക്ക് കറക്റ്റ് മാച്ചിങ് ചെയ്യണേ. അപ്പോൾ ഐഡിൽസ് ഓഫ് ദ കിങ്ങിനെ എങ്ങനെയാണ് കറക്റ്റ് മാച്ച് ചെയ്യാൻ പറ്റുന്നത് പറഞ്ഞേ. ഐഡിൽസ് ഓഫ് ദ കിങ്ങിന് നേരെ കറക്റ്റ് കൊടുക്കാൻ പറ്റുന്നത് ആൽഫ്രഡ് ലോ ടെനീസൺ ആണ്. അതായത് A3 ഐഡിൽസ് ഓഫ് ദ കിങ് ആൽഫ്രഡ് ലോ ടെനീസൺ. അടുത്തതോ നമുക്ക് B4 ഉണ്ട്, ഡ്രാമാറ്റിക് ലിറിക്സിന് നേരെ റോബർട്ട് ബ്രൗണിങ്. ഓക്കെ, ഡ്രാമാറ്റിക് ലിറിക്സിന് നേരെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് റോബർട്ട് ബ്രൗണിങ് ആണ്. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് C1 എന്ന് പറഞ്ഞാൽ സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. ഓക്കെ, എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്ങിന് നേരെയാണ് സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് കൊടുക്കാൻ പറ്റുന്നത്. അടുത്തതോ D2 എന്ന് പറഞ്ഞാൽ പോംസ് ആൻഡ് ബാലഡ്സ് AC സ്വിൻബേൺ, പോംസ് ആൻഡ് ബാലഡ്സ് AC സ്വിൻബേൺ. അപ്പോൾ ഈ ഓർഡറിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. A3 എന്ന് പറയുമ്പോൾ ഐഡിൽസ് ഓഫ് ദ കിങ് ആൽഫ്രഡ് ലോ ടെനീസൺ. B4 എന്ന് പറഞ്ഞാൽ ഡ്രാമാറ്റിക് ലിറിക്സ് ബ്രൗണിങ്. ഏത് ബ്രൗണിംഗ്? റോബർട്ട് ബ്രൗണിങ് കേട്ടോ. അടുത്തത് C1 വരണം, സോണറ്റ്സ് ഫ്രം ദ പോർച്ചുഗീസ് എലിസബത്ത് ബാരറ്റ് ബ്രൗണിങ്. D2 വരണം എന്ന് പറഞ്ഞാൽ പോംസ് ആൻഡ് ബാലഡ്സ് AC സ്വിൻബേൺ. ഈ ഒരു ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അടുത്തത് വീണ്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദ പബ്ലിക്കേഷനിൽ അറേഞ്ച് ചെയ്യാനായിട്ട്. ചെയ്യാം, ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് എങ്ങനെ പബ്ലിഷ് ചെയ്യാം, എങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയാലോ. അറേഞ്ച് ദ ഫോളോവിംഗ് വർക്ക്സ് ഓഫ് റേമണ്ട് വില്യംസ് ഇൻ ദ കറക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് ദിയർ പബ്ലിക്കേഷൻ. അപ്പോൾ ഈ തന്നിട്ടുള്ളതൊക്കെ നമ്മുടെ റേമണ്ട് വില്യംസിന്റെ പോപ്പുലർ ആയിട്ടുള്ള വർക്കുകളാണ്. ഏതൊക്കെയുണ്ട്? കീവേഡ്സ് ഉണ്ട്, കൾച്ചർ ആൻഡ് സൊസൈറ്റി ഉണ്ട്, ദ ലോങ് റെവല്യൂഷൻ, ദ കൺട്രി ആൻഡ് ദ സിറ്റി, മോഡേൺ ട്രാജഡി. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമുക്ക് തന്നിട്ടുള്ളത്. കീവേഡ്സ്, അതുപോലെ തന്നെ കൾച്ചർ ആൻഡ് സൊസൈറ്റി, ദ ലോങ് റെവല്യൂഷൻ, ദെൻ ദ കൺട്രി ആൻഡ് ദ സിറ്റി and also modern tragedy. Choose the correct answer from the options given below. ഈ തന്നിരിക്കുന്നതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? കറക്റ്റ് ആൻസർ ഈ ഓപ്ഷനുകളിൽ നിന്നും കണ്ടെത്തണം. അപ്പോൾ നോക്കി, ACBED, BCEDA, CBDAE, EADBC. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ക്രോണോളജിക്കൽ ഓർഡർ ഓഫ് പബ്ലിക്കേഷനിൽ അറേഞ്ച് ചെയ്യണം. റൈറ്ററിനെ നമുക്ക് പ്രത്യേകം ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇവിടെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് എല്ലാം റേമണ്ട് വില്യംസിന്റെ വർക്ക് ആണെന്ന്. അപ്പോൾ കീവേഡ്സിന്റെ മൊത്തം ടൈറ്റിൽ എന്താണെന്ന് അറിയാവോ? കീവേഡ്സ്, എ വൊക്കാബുലറി
എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. കൾച്ചർ ആൻഡ് സൊസൈറ്റി. ഓക്കെ, വില്യംസിന്റെ ആണ്. അപ്പൊ ഇതിന്റെ ഇയർ വരുന്നത് 1976 ആണ്. 1976. അടുത്തതായിട്ട് കൾച്ചർ ആൻഡ് സൊസൈറ്റി. കൾച്ചർ ആൻഡ് സൊസൈറ്റിയുടെ ഇയർ വരുന്നത് 1958 ആണ്. 1958. അടുത്തത് ഏതാ? ദി ലോങ് റെവല്യൂഷൻ. റേമണ്ട് വില്യംസിന്റെ ലോങ് റെവല്യൂഷന്റെ ഇയർ വരുന്നത് 1961 അടുത്തതായിട്ട് ദ കൺട്രി ആൻഡ് ദ സിറ്റി. കൺട്രി ആൻഡ് ദ സിറ്റിയുടെ ഇയർ വരുന്നത് 1973 അടുത്തതായിട്ട് നമുക്ക് മോഡേൺ ട്രാജഡി. മോഡേൺ ട്രാജഡിയുടെ ഇയർ വരുന്നത് 1966. ഓക്കെ, അപ്പൊ ഇത്രയും വർക്ക്സ് നമുക്കുണ്ട്. വർക്കും കിട്ടി, അതിന്റെ ഇയറും നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ കീവേഡ്സിന്റെ ഫുൾ ടൈറ്റിലൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. റേമണ്ട് വില്യംസിന്റെ എന്താണ് കീവേഡ്സ് എന്ന് പറയുന്നതിന്റെ ഫുൾ ടൈറ്റിൽ നമുക്ക് എന്താണ് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി എന്നാണ് നമുക്ക് ഫുൾ ടൈറ്റിൽ വരുന്നത്. ഓക്കെ, എ വൊക്കാബുലറി ഓഫ് കൾച്ചർ ആൻഡ് സൊസൈറ്റി. അപ്പൊ അതിന്റെ ഇയർ വരുന്നത് 1976 1976. അടുത്തതായിട്ട് കൾച്ചർ ആൻഡ് സൊസൈറ്റി 1958. അതുപോലെ തന്നെ നമുക്ക് ലോങ് റെവല്യൂഷൻ 1961, കൺട്രി ആൻഡ് ദ സിറ്റി 1973, മോഡേൺ ട്രാജഡി 1966. ഓക്കെ, അപ്പൊ ഇത് നമുക്കൊന്ന് എടുത്ത് കറക്റ്റ് ആക്കിയാലോ. അപ്പൊ ആദ്യം വരേണ്ടത് ആദ്യം വരേണ്ടത് നമുക്ക് നമ്മുടെ 2 ആണ് അല്ലേ. അപ്പൊ ബി നമുക്ക് ആദ്യം വന്നു. ബി കഴിഞ്ഞ് ഏതാ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഇത് കൊടുക്കണം അല്ലേ. എന്ന് പറയുമ്പോൾ സി, ബി സി. അടുത്തത് ഏത് കൊടുക്കണം? ഇ കൊടുക്കണം അല്ലെ. ഇ, ബി സി ഇ. ദെൻ ഡി വരണം, എ വരണം. ബി സി ഇ ഡി എ. നോക്കി, കീവേഡ്സ് 76 നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് ലാസ്റ്റ് വരും. അതിന് മുന്നേ വരേണ്ട വർക്കുകൾ ഉണ്ട് അല്ലേ. ഇനി കൺട്രി ആൻഡ് ദ സിറ്റി നമുക്ക് സെക്കൻഡ് ലാസ്റ്റ് വരും. തേർഡ് ആയിട്ട് നമുക്ക് വരുന്നത് ഏതായിരുന്നു? നമ്മുടെ ഇ വരണം, 66 വരണം. ഇനി അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത് കൊടുക്കാൻ പറ്റുന്നത് 1961 ആണ്. ആദ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് ആദ്യം പബ്ലിഷ് ചെയ്തിട്ടുള്ള കൾച്ചർ ആൻഡ് സൊസൈറ്റി ആണ് 1958. ഓക്കെ, അപ്പൊ ഈ ഓർഡറിൽ കൊടുത്തു കഴിഞ്ഞാൽ ബി സി ഇ ഡി എ എന്നുള്ള രീതിയിൽ നമുക്ക് ഉത്തരം കിട്ടും. ബി സി ഇ ഡി എ. ബി സി ഇ ഡി എ വരുന്നത് രണ്ടാമത്തെ ഓപ്ഷനിലാണ് അല്ലെ. ബി സി ഇ ഡി എ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരവായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതായി. ഇനി അടുത്തതായിട്ട് 123 ചോദ്യം വേണം അല്ലെ. 123 ചോദ്യം എന്താ നോക്കി, സൈറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന സൈറ്റേഷൻ എന്ന് പറയുന്നത് MLA 9 ആണ്. നിങ്ങളിൽ തന്നെ പലരും MLA 8 പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നത് MLAയുടെ 9th എഡിഷൻ ആണ്. സോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ചോദ്യം തന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റേഷൻസ് ഓഫ് ആൻ ആർട്ടിക്കിൾ പബ്ലിഷ്ഡ് ഇൻ എ ജേർണൽ ഈസ് ഇൻ ദ കറക്റ്റ് ഫോർമാറ്റ് അക്കോർഡിംഗ് ടു MLA ഹാൻഡ്ബുക്ക് 9th എഡിഷൻ. അപ്പൊ ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യമാണ്. കൃത്യമായിട്ട് നോക്കിയില്ലെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് നമ്മുടെ MLA 9. ഒരുപാട് വഴക്കമൊന്നും ഉള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ യൂണിറ്റ് 10 പലരും വേണ്ട പ്രയോറിറ്റി കൊടുക്കുന്നില്ല. അതിപ്പോൾ നമ്മൾക്ക് റിസൾട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു നല്ല സ്കോറിലേക്ക് എത്താത്തപ്പോഴാണ് പലർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇംഗ്ലീഷ് റിസർച്ചിന് വേണ്ട പ്രാധാന്യം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മളെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുന്ന സമയത്ത് കുഴപ്പിക്കും. സോ ആ ഒരു യൂണിറ്റും വേണ്ട യൂണിറ്റ് ആണെന്നുള്ള പരിഗണനയിൽ തന്നെ പഠിക്കുക. പലരും ഈ നോവലുകളും ഡ്രാമയും അതുപോലെ തന്നെ പോമും കുറച്ച് ക്രിറ്റിസിസം ഒക്കെ പഠിച്ചു വെക്കും. സോ അതൊക്കെ നെസസറി ആണ്. അത്രയും ഉണ്ടെങ്കിൽ നമ്മൾ ഹാഫ് എ പോർഷൻ അല്ലെങ്കിൽ ക്വാർട്ടർ എ പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ബാക്കി റിമൈൻഡ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതേ നമ്മുടെ MLA ഹാൻഡ്ബുക്ക് 9th എഡിഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ആർട്ടിക്കിള് നമ്മൾ ഒരു ജേർണലിൽ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സൈറ്റേഷൻ എങ്ങനെ വേണം എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത്. ഓക്കെ, അപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഈ ഓപ്ഷൻസ് കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇതിന് ചെയ്യേണ്ടത്. ഓക്കെ, ഇത് വായിക്കുന്നതിലുപരി നിങ്ങൾക്ക് കൂടുതൽ കൺവീനിയൻറ്റ് ഇതൊന്ന് കാണുന്നതായിരിക്കും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ പബ്ലിക് റീഡിംഗ് ആൻഡ് സിവിൽ വാർ ഡ്രാഫ്റ്റ് ലോട്ടറി എന്നുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ആർട്ടിക്കിളാണ് നമ്മൾ പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് വൺ? ആദ്യം ഇവിടെ ഇയർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ ആദ്യം വർക്കിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വരുമ്പോഴോ നമ്മുടെ ഓതറിന്റെ പേര് അല്ലെങ്കിൽ അതിന്റെ ആരാണോ ഇതിന്റെ പ്രൊഡ്യൂസേഴ്സ് അവരുടെ പേര് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓതർ
ഓതറിന്റെ പേര് കഴിഞ്ഞ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് കൊടുക്കണം എന്നാണ് ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ. ഓക്കെ, സോ ഇവിടെ ഫുൾ സ്റ്റോപ്പ് അല്ല വന്നേക്കുന്നത്, കോമയാണ്. നോക്കി, കോമയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് ഇവിടെ ഫുൾ സ്റ്റോപ്പ് വരണം എന്ന് പറഞ്ഞാൽ നാലാമത്തെ ആൻസർ ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ MLA 9th എഡിഷൻ വെച്ചിട്ട് നമ്മൾ ഒരു ജേർണലിൽ ആർട്ടിക്കിൾ സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഈ രീതിയിലായിരിക്കണം. ഓക്കെ, ഈ രീതിയിൽ സൈറ്റ് ചെയ്താലായിരിക്കും അത് കറക്റ്റ് വൺ ആയിട്ട് സൈറ്റേഷൻ വൈസ് കറക്റ്റ് ആയിട്ട് നമ്മൾ അപ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചോണേ. അടുത്ത 124ാമത്തെ ചോദ്യമാണേ. Who among the following are the recipients of the Nobel Prize in Literature? ലിറ്ററേച്ചറിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള നോബൽ പ്രൈസ് റെസിപ്പിയൻസ് അതിന്റെ അവാർഡീസ് ആരൊക്കെയാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഓറൻ പമുക്, സോമർസെറ്റ് മോഗം, ഹെറോൾഡ് പിന്റർ, മാർഗരറ്റ് അറ്റ്വുഡ്, ഹെർട്ട മുള്ളർ. ഓക്കെ, നോക്കി, ഓർഹൻ പമുക്, സോമർസെറ്റ് മോഗം, ഹെറോൾഡ് പിന്റർ, മാർഗരറ്റ് അറ്റ്വുഡ്, അതുപോലെ തന്നെ ഹെർട്ട മുള്ളർ. ഓക്കെ, ഇത്രയും പേര് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, ഇത്രയും റൈറ്റേഴ്സിന്റെ പേരുകൾ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. തന്നിരിക്കുന്നതിൽ നിന്നും നമ്മൾ കറക്റ്റ് ആൻസർ ഈ ഓപ്ഷനിൽ നിന്നും പിക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ABC ഉള്ളി, ACD ഉള്ളി, CDE ഉള്ളി, അതുപോലെ തന്നെ ACE ഉള്ളിയാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതിനകത്തിൽ ആർക്കൊക്കെയാണ് നോബൽ കിട്ടിയിട്ടുള്ളതെന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. ACE എന്ന് പറയുമ്പോൾ നമ്മുടെ പമുക്ക്, പിന്റർ, മുള്ളർ. ഓക്കെ, ഇത്രയും പേർക്കാണ് നോബൽ കിട്ടിയത്. സോ ഇത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അപ്പൊ പമുക്കിന് എന്നാ നോബൽ കിട്ടിയെന്ന് അറിയാവോ? പമുക്കിന് നോബൽ കിട്ടുന്നത് 2006 ടർക്കിഷ് നോവലിസ്റ്റ് ആണ്. ടർക്കിഷ് നോവലിസ്റ്റ്, ടർക്കിഷ് നോവലിസ്റ്റ് നോബൽ കിട്ടുന്നത് 2006. അടുത്തതായിട്ടോ സോമർസെറ്റ് മോഗം. സോമർസെറ്റ് മോഗത്തിന് എന്നാ നോബൽ കിട്ടുന്നത്? സോമർസെറ്റ് മോഗത്തിന് നോബൽ കിട്ടിയിട്ടില്ല. ഓക്കെ, മോഗം ഒരു ബ്രിട്ടീഷ് റൈറ്റർ ആണ്, പോപ്പുലർ ആണ്, പക്ഷേ നോബൽ കിട്ടിയിട്ടില്ല. ഓക്കെ, ഇംഗ്ലീഷ് റൈറ്ററാണ്. 2 തവണ ഇദ്ദേഹം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. നോമിനേറ്റ് ചെയ്ത വർഷം എന്ന് പറയുന്നത് 55ഉം 65ഉം. 55ലും 65ലും ഇദ്ദേഹം നോമിനേറ്റഡ് ആയിരുന്നു, നോബലിന് വേണ്ടി നോമിനേറ്റഡ് ആയിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടിയിട്ടുള്ളവരെ നമ്മൾ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മുടെ പമുക്കാണ്, സോമർസെറ്റ് മോഗത്തിന് കിട്ടിയിട്ടില്ല, പിന്ററിന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പൊ ഹെറോൾഡ് പിന്ററിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആണ്. ബ്രിട്ടീഷ് പ്ലേ റൈറ്റ്. നോബൽ കിട്ടിയിട്ടുണ്ട്. നോബൽ കിട്ടിയ വർഷം എന്ന് പറയുന്നത് പിന്ററിന് 2005 പിന്ററിന് 2005 നോബൽ കിട്ടി. അടുത്തതായിട്ട് നമുക്കുള്ളതോ നമ്മുടെ അറ്റ്വുഡ് ആണ്. അറ്റ്വുഡിനെ സംബന്ധിച്ചിടത്തോളം നോബൽ കിട്ടിയിട്ടില്ല. ഓക്കെ, നോബൽ കിട്ടിയിട്ടില്ല. അല്ലാതെ എല്ലാ അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരു കനേഡിയൻ റൈറ്ററാണ്, കനേഡിയൻ. ഓക്കെ, നമ്മുടെ നെബൂള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. നെബൂള അവാർഡുകളൊക്കെ കുറച്ച് ആൾക്കാർക്കേ കിട്ടിയിട്ടുള്ളൂ. അതൊന്ന് അറ്റ്വുഡിനായിരുന്നു കേട്ടോ. നെബൂള അവാർഡിന്റെ പേരാണ് നെബൂള. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ഹെർട്ട മുള്ളർ അല്ലേ. ഹെർട്ട മുള്ളറിനെ സംബന്ധിച്ചിടത്തോളം നോബൽ കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. 2009 നോബൽ കിട്ടി ഹെർട്ട മുള്ളറിന്. ആൻഡ് ഹെർട്ട മുള്ളർ ഒരു റൊമാനിയൻ ജർമ്മൻ നോവലിസ്റ്റ് ആണ്. റൊമാനിയൻ ജർമ്മൻ നോവലിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇപ്പൊ കറക്റ്റ് ആയോ നിങ്ങൾക്ക്? നോക്കി, ഓർഹൻ പമുക്കിന് ടർക്കിഷ് നോവലിസ്റ്റ് 2006 നോബൽ കിട്ടുന്നു. സോമർസെറ്റ് മോഗം നോബൽ കിട്ടിയിട്ടില്ല. 2 തവണ ഇദ്ദേഹം അതിനായിട്ട് നോമിനേറ്റ് ചെയ്യപ്പെട്ടു, 55ലും 65ലും. അടുത്തതായിട്ട് ഹെറോൾഡ് പിന്റർ നോബൽ കിട്ടിയ ആളാണ്. 2005 നോബൽ കിട്ടിയത്. ബ്രിട്ടീഷ് പ്ലേ റൈറ്റ് ആണ്. അടുത്തതായിട്ട് നമുക്ക് മാർഗരറ്റ് അറ്റ്വുഡ് ആണ്, കനേഡിയൻ റൈറ്റർ ആയിരുന്നു. ഈ കനേഡിയൻ റൈറ്റർക്ക്, അതായത് കനേഡിയൻ നോവലിസ്റ്റ് ആട്ടോ, നോവലിസ്റ്റ് ആണ്, റൈറ്റർക്ക് നോബൽ കിട്ടിയിട്ടില്ല. നെബൂള പ്രൈസുകൾ അടക്കം കിട്ടിയിട്ടുണ്ട്. ഹെർട്ട മുള്ളറിനെ സംബന്ധിച്ചിടത്തോളം നോബൽ കിട്ടുന്നത് 2009. ഓക്കെ, 2009. അപ്പൊ ഇപ്പൊ ഇയേഴ്സ് ആയേ നമുക്ക്. 2006, 2005, 2009 നോബൽ കിട്ടിയവരുടെ എല്ലാം കോൺട്രിബ്യൂഷൻസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 2006
നമ്മുടെ എന്താണ് റൈറ്റർക്ക് കിട്ടുന്നത്. ഓക്കെ, ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ഒരു വർക്ക് ഒക്കെ എഴുതി ഒരുപാട് നല്ല കോൺട്രിബ്യൂഷൻസ് നടത്തിയായിരുന്നു നമ്മുടെ പമൂക്ക്. ഓക്കെ, ദ മ്യൂസിയം ഓഫ് ഇന്നസെൻസ് എന്ന് പറയുന്ന ലിറ്റററി വർക്ക് ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പമൂക്കിൻ്റെയാണ്. ഇനി അതുപോലെ തന്നെ ഹറോൾഡ് പിന്ററിന് നോബൽ കിട്ടാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒപ്രഷനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഒപ്രഷൻ കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ക്ലോസ്ഡ് റൂം ഒപ്രഷനെ കുറിച്ചും ഡൊമസ്റ്റിക് വയലൻസിനെ കുറിച്ചും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹേർട്ട മുള്ളർ എന്ന് പറയുന്നത് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫിനെ കുറിച്ച് ഡെപ്പിക്ട് ചെയ്തതിന്റെ പേരിലാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. ഓക്കെ, ഹേർട്ട മുള്ളറിന് നോബൽ കിട്ടാനുള്ള റീസൺ ആണ് ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫിനെ കുറിച്ചുള്ള ഡെപ്പിക്ഷൻ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത നമുക്ക് നോക്കിയാലോ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1നെയും ലിസ്റ്റ് 2നെയും നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് പോവാണ്. ലിസ്റ്റ് 1ൽ നമുക്ക് കൾച്ചറൽ ക്രിട്ടിക്കിനെയും തിയറിസ്റ്റുകളെയാണ് തന്നിട്ടുള്ളത്. ലിസ്റ്റ് 2ൽ നമുക്ക് വർക്ക്സ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഈ സൈഡിൽ തന്നിട്ടുള്ളതൊക്കെ കൾച്ചറൽ തിയറിസ്റ്റുകൾ അഥവാ ക്രിട്ടിക്സ് ആണ്. ഓക്കെ, ക്രിട്ടിക് അഥവാ തിയറിസ്റ്റുകളെയാണ് തന്നിട്ടുള്ളത്. ഇത് അവരുടെ വർക്കുകളാണ്. അപ്പൊ ഇതിനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്യാൻ പോവാം. മാച്ച് ചെയ്ത് നമ്മളൊരു ഓർഡർ, ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടാണ് പോകുന്നത്. നോക്കിയാലോ, അപ്പൊ നമുക്ക് റേമൺ വില്യംസ് ആദ്യം തന്നേക്കുന്നത് അല്ലേ. അപ്പൊ റേമൺ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. A1 B2 C3 D4 ഉണ്ട്, A3 B1 C4 D1 ഉണ്ട്, A2 B3 C1 D4 ഉണ്ട്, A4 B2 C3 D1 ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ കറക്റ്റ് എന്ന് പറയുന്നത് റേമൺ വില്യംസ് A2 എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രിഫൈസ് ടു ഫിലിം. അടുത്തായിട്ട് നമ്മുടെ എന്താണ് B3 വരണം. അതായത് ഹെർബർട്ട് മാർക്യൂസിനെ നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ 1 ഡയമെൻഷണൽ മാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഓക്കെ, അപ്പൊ റൈറ്റേഴ്സിന്റെ പേരൊന്നുകൂടെ ചെക്ക് ചെയ്തേ. റേമൺ വില്യംസ് പോസ്റ്റ് മോഡേണിസം ഓർ ദ കൾച്ചറൽ ലോജിക് ഓഫ് ദ ലേറ്റ് ക്യാപിറ്റലിസം, ഹെർബർട്ട് മാർക്യൂസിന് നേരെ പ്രിഫൈസ് ടു ഫിലിം, ഫെഡറിക് ജെയിംസൺ 1 ഡയമെൻഷണൽ മാൻ, റിച്ചാർഡ് ഹൊഗാർട്ട് ദ യൂസസ് ഓഫ് ലിറ്ററസി. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനെ നമ്മൾ കൃത്യമായിട്ടൊന്ന് മാച്ച് ചെയ്താൽ മതി അല്ലേ. അപ്പൊ നമുക്ക് A2 വരണം. A2 എന്ന് പറയുമ്പോൾ റേമൺ വില്യംസുമായിട്ട് ബന്ധപ്പെട്ട് പ്രിഫൈസ് ടു ഫിലിം. ഓക്കെ, പ്രിഫൈസ് ടു ഫിലിം. അടുത്തത് B3 വരണം എന്ന് പറയുമ്പോൾ ഹെർബർട്ട് മാർക്യൂസുമായിട്ട് ബന്ധപ്പെട്ട് 1 ഡയമെൻഷണൽ മാൻ. ഓക്കെ, ഹെർബർട്ട് മാർക്യൂസ് 1 ഡയമെൻഷണൽ മാൻ. C1 വരണം എന്ന് പറയുമ്പോൾ ഫെഡറിക് ജെയിംസണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പോസ്റ്റ് മോഡേണിസം ഓർ ദ കൾച്ചറൽ ലോജിക് ഓഫ് ദ ലേറ്റ് ക്യാപിറ്റലിസം ആണ് നമുക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. ഓക്കെ, പോസ്റ്റ് മോഡേണിസം ഓർ ദ കൾച്ചറൽ ലോജിക് ഓഫ് ദ ലേറ്റ് ക്യാപിറ്റലിസം. അടുത്തായിട്ട് D4 വരണം. D4 നമുക്ക് കറക്റ്റ് കൊടുക്കാൻ പറ്റുമല്ലോ. ഓക്കെ, D4 വരുന്ന ഓപ്ഷൻസ് ഒത്തിരി ഉണ്ട് കേട്ടോ, 2 എണ്ണം ഉണ്ട്. D4ൽ നമുക്ക് ദ യൂസസ് ഓഫ് ലിറ്ററസി ആണ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ദ യൂസസ് ഓഫ് ലിറ്ററസി അത് റിച്ചാർഡ് ഹൊഗാർട്ടിന്റെ ആണേ. അപ്പൊ ഈ ഒരു രീതിയിൽ മാച്ചപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഈസി ക്വസ്റ്റൻ എന്ന് പറയാൻ പറ്റില്ല. 1-2 ഒക്കെ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. റേമൺ വില്യംസിന്റെ ഒക്കെ ഒരുപക്ഷെ പെട്ടെന്ന് ആൻസർ കിട്ടും. അല്ലാതെ തന്നെ നമുക്ക് അറിയാത്ത കേസസും ഇതിനകത്ത് തന്നെ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു കൾച്ചറൽ തിയറിസ്റ്റുകളെയൊക്കെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക, ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ കൾച്ചറൽ സ്റ്റഡീസ് നമുക്ക് പഠിക്കാനുണ്ടല്ലോ, ലിറ്റററി ക്രിറ്റിസിസം പഠിക്കാനുണ്ടല്ലോ. നല്ല സ്കോർ ഉറപ്പിക്കാൻ പറ്റുന്ന 2 യൂണിറ്റുകളാണ് 7ഉം 8ഉം. ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവർ ആ യൂണിറ്റുകളും കൂടെ എടുത്തൊന്ന് പഠിക്കാം. ഓക്കെ, അത് പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ റിവിഷനും കൂടെ അതിന് കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് 7ൽ നിന്നും 8ൽ നിന്നും വരുന്ന ചോദ്യങ്ങളാണ്. ഓക്കെ, മനസ്സിലാക്കി വെക്കണം. അടുത്ത 126 ആണേ. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ലെയും ലിസ്റ്റ് 2നെയും നമുക്ക് മാച്ച് ചെയ്യണം. എഗൈൻ ഒരു സൈഡിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതൊക്കെ തന്നെ ദളിത് റൈറ്റേഴ്സ് ആണ്. ഓക്കെ, അതേ സൈഡിൽ നമുക്കുള്ളത് അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലാംഗ്വേജ് ആണ്. ഓക്കെ, അപ്പൊ ലാൽ സിംഗ് ദിൽ ഹിന്ദി, ഊർമിള പവാർ കന്നഡ, തുളസി റാം പഞ്ചാബ്, ദെൻ ദേവനൂർ മഹാദേവ മറാത്തി. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഇതിൽ നിന്നും നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എടുക്കാനായിട്ട് പോവാണ്. A1 B4 C3 D2, A2 B1 C4 D3, A3 B4 C1 D2, A4 B3 C2 D1. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കറക്റ്റ് നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നോക്കി, നമുക്ക് A3 വരണം. അതായത് ലാൽ സിംഗ് ദില്ലിന് നേരെ പഞ്ചാബ്. ഓക്കെ, A3 നമുക്ക് വരണം. എഗൈൻ ഊർമിള പവാറിന് നേരെ നമുക്ക് ഏതാ കൊടുക്കേണ്ടത്? ഊർമിള പവാർ മറാത്തി ആണേ. അപ്പൊ ഇത് 1, ഇത് 2. C3 വരണം, C1 വരണം അല്ലെ. തുളസി റാം ഹിന്ദി, ദേവനൂർ മഹാദേവായിക്ക് നമുക്ക് 2 വരണം അല്ലെ. അപ്പൊ നോക്കി, എഗൈൻ നോക്കി A3 എന്ന് പറയുമ്പോൾ ലാൽ സിംഗ് ദില്ലിന് നേരെ നമുക്ക് പഞ്ചാബ്. ഓക്കെ,
അടുത്തതായിട്ട് B4 എന്ന് പറയുമ്പോൾ ഊർമിള പവാറിന് നേരെ മറാത്തി. അടുത്തതായിട്ട് നമുക്ക് വരുന്നത് തുളസി റാമിന് നേരെ ഹിന്ദി. ദേവനൂർ മഹാദേവായിക്ക് നേരെ നമുക്ക് വരേണ്ടത് 2 ആണ്, കന്നഡയാണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതായത് A3 മീൻസ് A3 എന്ന് പറയുമ്പോൾ ദില്ലിന് നേരെ പഞ്ചാബ്. ദെൻ നമ്മുടെ ഊർമിള പവാറിന് 4 വരണം കേട്ടോ. ഊർമിള പവാറിന് നമ്മൾ 4 കൊടുത്തു. എഗൈൻ C1 കൊടുക്കണം, അതായത് നമ്മുടെ തുളസി റാമിന് നേരെ നമ്മൾ ഹിന്ദി കൊടുത്തു. ഓക്കെ, 1 കൊടുത്തു. എഗൈൻ നമുക്ക് വരുന്നത് ദേവനൂർ മഹാദേവ അല്ലേ. ദേവനൂർ മഹാദേവ എന്ന് പറയുമ്പോൾ D2 അല്ലേ, അതായത് മഹാദേവ കന്നഡ. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതിനകത്ത് എത്ര റൈറ്റേഴ്സിനെ നിങ്ങൾക്ക് ഫെമിലിയർ ആണ് എന്ന് സ്റ്റിൽ എ ക്വസ്റ്റ്യൻ മാർക്ക്. ഇനി അറിയാത്ത റൈറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് ഒന്ന് റെഫർ ചെയ്തോളുക. അവരുടെ വർക്ക്സ് ഏതൊക്കെയാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ ലാംഗ്വേജ് ഏതാണ്, ഏറ്റവും ബേസ് ലെവലിലാണ് ചോദ്യം. ഇവർ ഏത് ലാംഗ്വേജിലാണ് എഴുതുന്നത് എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ഇപ്പം നമ്മൾ മറാത്തി റൈറ്റേഴ്സ് ഒക്കെയാണ്, ഹിന്ദി റൈറ്റേഴ്സ് ആണ്, പഞ്ചാബി റൈറ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ഇപ്പം ബംഗാളി, കന്നഡ ഇങ്ങനെയുള്ള ലാംഗ്വേജിലൊക്കെ എഴുതുമ്പോൾ മലയാളം റൈറ്റർ ആണെങ്കിലും ഒക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുമല്ലോ, ഇതാണ് നേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഇതാണ് മദർ ടങ്. അപ്പോൾ ഈ ലാംഗ്വേജിലാണ് കൂടുതലായിട്ടും കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി പറയും. ഓക്കെ, ആ രീതിയിലാണ് ഈ ഒരു ചോദ്യം നമുക്ക് വന്നേക്കുന്നത്. ഓക്കെ, കൃത്യമായിട്ട് ഇതിനുള്ള ആൻസർ നമ്മൾ ചെയ്യണം. അപ്പൊ അത് കിട്ടിയേ. 126 ആയിരുന്നു, ഇനി നമുക്ക് 127 ആണേ. 127 ഒരു ഈസി ചോദ്യമാണ്. കുറേ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസിന് ശേഷം വന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ക്വസ്റ്റ്യൻ്റെ ഡിഫിക്കൽറ്റി കൂടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ക്വസ്റ്റ്യനുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് PYQൽ തന്നെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നോളൂ. അത് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് ഫെമിലിയർ ആയിരിക്കും. പെട്ടെന്ന് ആ ചോദ്യം കാണുമ്പോൾ ഒരു ആൻസൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓവർ പ്രഷർ നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ, സോ how the words from a language other than English are written in research paper. Okay, how the words from a language other than Englishന് പുറമെയുള്ള ലാംഗ്വേജസ് ഒക്കെ തന്നെ നമ്മൾ എങ്ങനെയാണ് റിസർച്ച് പേപ്പറിൽ എഴുതേണ്ടതെന്ന്. ഓക്കെ, എങ്ങനെ എഴുതേണ്ടത്? ബോൾഡ് ലെറ്റേഴ്സിലാണോ, ഇറ്റാലിക്സിലാണോ, അണ്ടർലൈൻ ചെയ്താൽ മതിയോ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുക്കണോ? How the words from a language other than English are written in a research paper. ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്താ നമ്മൾ എഴുതാൻ നോർമലായിട്ട് എഴുതി പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിംഗ്വ ഫ്രാങ്ക ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ റിസർച്ച് പേപ്പർ പബ്ലിക്കേഷൻസ് നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. സോ അതുകൊണ്ട് ഇംഗ്ലീഷിലേക്ക് നമ്മൾ വേറെ ലാംഗ്വേജ് ഏതെങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അത് ഇറ്റാലിക്സിലായിരിക്കണം. ഓക്കെ, ഇറ്റാലിക്സിൽ എഴുതുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു ബെൻഡിങ് കാണിച്ചുള്ള റൈറ്റിംഗ് ആണ് ഇറ്റാലിക്സ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ രീതിയിലായിരിക്കും നമ്മൾ എഴുതുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമുക്ക് വരുന്നത് 128ാമത്തെ ചോദ്യമാണ്. 128. Which of the following statements are correct? ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്തണം. നോക്കി, the term performativity was coined by Derrida. Derrida coin ചെയ്ത term ആണ് performativity എന്നാണ് കൊടുത്തേക്കുന്നത്. The idea of meme was originally coined by Richard Dawkins. Then the term the culture industry was coined by Adorno and Horkheimer. Again, the term ideological state apparatus. Okay, ideological state apparatus ഉണ്ട്, അത് കോയിൻ ചെയ്തത് ഭക്തിനാണെന്നാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. The term feminism was coined by ഇവിടെ EDയുടെ ആവശ്യമില്ല, കോയിൻഡ് ബൈ ആലിസ് വാക്കർ. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചോദ്യം എന്താ, ഇതിനകത്ത് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സാ കറക്റ്റ് എന്നാ. ഓക്കെ, കറക്റ്റ് എന്നാണോ ഇൻകറക്റ്റ് എന്നാണോ ചോദിച്ചേക്കുന്നതെന്ന് ആദ്യം നോക്കണം. ഇവിടെ കറക്റ്റ് എന്നാ തന്നേക്കുന്നത്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്നാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നോക്കണം അല്ലേ? സോ നോക്കാം. BCE only. ഓക്കെ, BCE ഉള്ളിയാണ് നമുക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻസും കൂടെ നമ്മളൊന്ന് ചെക്ക് ചെയ്യണേ. നോക്കി, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ABC ഉള്ളി, DEA ഉള്ളി, BCD ഉള്ളി, BCE ഉള്ളി. ഓക്കെ, കൃത്യമായിട്ട് നോക്കണേ. BCD ഉള്ളിയും വരുന്നുണ്ട്, BCE ഉള്ളിയും വരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ നോക്കണം ഏതാണ് വരുന്നതെന്ന്. ഓക്കെ, അപ്പോൾ ദ ടേം പെർഫോമാറ്റിവിറ്റി വാസ് കോയിൻഡ് ബൈ ഡെറീഡ എന്നാണ് തന്നേക്കുന്നത്. ഓക്കെ, പെർഫോമാറ്റിവിറ്റി എന്ന് പറയുന്ന ടേം ഡെറീഡ ആണ് കോയിൻ ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കിവിടെ ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്നാൽ നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത് പെർഫോമാറ്റിവിറ്റി
എഗൈൻ നമ്മുടെ ഐഡിയ ഓഫ് മെയിം. ഓക്കെ, മെയിം എന്ന് പറയുന്ന ഐഡിയ, ഓക്കെ, അതായത് നമ്മുടെ ചോദ്യത്തിൽ മെയിം എന്ന് പറയുന്ന ഐഡിയയെ കുറിച്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ ആൻസർ നമ്മൾ കണ്ടെത്തണം. വിമനിസം. വിമനിസം നിങ്ങൾക്ക് അറിയാമായിരിക്കും, വിമനിസം പലരും കേട്ടിട്ടുണ്ടാവും. എന്നാണ് ആലിസ് വാക്കർ വിമനിസം എന്ന ഐഡിയ കോയിൻ ചെയ്തതെന്ന്? അത് 83-ലാണേ. പെർഫോമാറ്റിവിറ്റി എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നത് JL ഓസ്റ്റിൻ ആണ്. ഡെറീഡ അല്ല, JL ഓസ്റ്റിൻ. JL ഓസ്റ്റിൻ ആണ് ഇത് കൊണ്ടുവന്നത്. അഗൈൻ മെയിം. ഓക്കെ, മെയിം ഐഡിയ വരുന്നുണ്ട്. അപ്പൊ മെയിം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമിറ്റേഷൻ ആണ്. യൂണിറ്റ് ഓഫ് ഇമിറ്റേഷനെയാണ് നമ്മൾ മെയിം എന്ന് പറയുന്നത്. മെയിമിന്റെ ഐഡിയ വരുന്നത് 1976-ലാണ്. അടുത്തത് കൾച്ചർ ഇൻഡസ്ട്രി. കൾച്ചർ ഇൻഡസ്ട്രി ആരാണ്? അത് അഡോണോയും ഹോക്കിമറുമാണ് 1947. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കിയ വിമനിസം. വിമനിസത്തിന്റെ ഐഡിയ വരുന്നത് 83-ലാണ്. അതുപോലെ തന്നെ നമുക്ക് എന്താണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് കൊണ്ടുവന്നത് ബക്തിനല്ല, അൾത്യൂസറ. ലൂയിസ് അൾത്യൂസർ ആണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ ടേം പെർഫോമാറ്റിവിറ്റി ഉത്തരം തെറ്റാണ്, ഡെറീഡ അല്ല, അത് JL ഓസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻ ആയിരുന്നു. ഐഡിയ ഓഫ് മെയിം കറക്റ്റ് ആണ്, കോയിൻ ചെയ്തത് റിച്ചാർഡ് ഡൗക്കിങ്സ് ആണ്. മെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് ഓഫ് ഇമിറ്റേഷൻ ആണ്. നമ്മുടെ കൾച്ചറൽ ട്രാൻസ്മിഷൻ ഒക്കെ നമുക്ക് നടത്താൻ സാധിക്കുന്നത് ഇമിറ്റേഷനിലൂടെയാണ്. സോ അത്തരത്തിലാണ് അതിന് ഉത്തരം വരുന്നത്. അത് 1976-ലാണ് ഈ ഒരു ടേം വരുന്നത്. കൾച്ചർ ഇൻഡസ്ട്രി കോയിൻ ചെയ്തത് അഡോണോയും ഹോക്കിമറും ചേർന്നിട്ടാണ്. 47-ലാണ് ഈ ഒരു ഐഡിയ നമുക്ക് വരുന്നത്. അടുത്തതായിട്ട് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഇത് കോയിൻ ചെയ്തത് ബക്തിനല്ല, അൾത്യൂസർ ആണ്. ലൂയിസ് അൾത്യൂസറുമായിട്ട് ബന്ധപ്പെട്ട ഐഡിയ ആണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് വിമനിസം ആണ്. വിമനിസം നിങ്ങൾക്ക് അറിയാം, ആലിസ് വാക്കർ തന്റെ റൈറ്റിംഗ്സിലൂടെ എപ്പോഴും പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ച ഒന്നാണ് വിമനിസം എന്ന് പറയുന്നത്. വിമനിസവും ഫെമിനിസവും സിമിലർ അല്ല, സ്ലൈറ്റ് ഡിഫറൻസസ് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും. രണ്ടിന്റെയും മോട്ടോ വൈസ് അതിന് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും അതിന്റെ മൂവ്മെന്റ് വൈസ്, അതിന്റെ ഓർഗനൈസേഷൻ വൈസ് നമുക്ക് ധാരാളം ഡിഫറൻസസ് കാണാനായിട്ട് സാധിക്കും. അടുത്ത നമുക്ക് 129-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. Which of the following works are categorized under science fiction? ഈ കൂട്ടത്തിൽ ഏതൊക്കെ വർക്കുകളെ നമുക്ക് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ തന്നിരിക്കുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ, ഈ ഓപ്ഷനിലെ വർക്കുകൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ACE ഉള്ളി, BCD ഉള്ളി, BCE ഉള്ളി, ABC ഉള്ളി, ഇതിനകത്ത് നമുക്ക് സയൻസ് ഫിക്ഷൻ കിട്ടത്തില്ല. ഇതിനകത്ത് 3 വർക്കുകളാണ് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ആ ഒരു കാറ്റഗറി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ഈ ഒരു ഓപ്ഷൻ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമ്മുടെ ഉത്തരമില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, ഇതിനകത്ത് സയൻസ് ഫിക്ഷൻ നോവലുകൾ ഇല്ല എന്നോ അല്ലെങ്കിൽ എല്ലാം സയൻസ് ഫിക്ഷൻ നോവലുകൾ ആണോ എന്നോ അല്ല ഇതിന്റെ അർത്ഥം. നമുക്ക് ഇതിനകത്ത് സയൻസ് ഫിക്ഷൻ നോവലുകളും നോൺ സയൻസ് ഫിക്ഷൻ നോവലുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഒരു ഓപ്ഷൻ കണ്ടെത്താനായിട്ട് പറ്റില്ല. ആ റീസണിന്റെ പേരിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ഓർഡർ എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യാം. 129-ാമത്തെ ക്വസ്റ്റ്യന്റെ അപ്പൊ ആദ്യം തന്നിരിക്കുന്നത് ഏതാ? ഹറൂക്കി മറാക്കാമിയുടെ വിൻഡ് അപ്പ് ബേർഡ് ക്രോണിക്കിൾ ആണ് അല്ലെ. അപ്പൊ ഈ വിൻഡ് അപ്പ് ബേർഡ് ക്രോണിക്കിളിന്റെ പ്രത്യേകത, ഇത് നമുക്ക് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സയൻസ് ഫിക്ഷൻ അല്ല. അടുത്തതായിട്ട് നമുക്ക് തന്നിട്ടുള്ളത് നമ്മുടെ എന്താണ് നെക്സ്റ്റ് വർക്ക് എന്ന് പറയുന്നത് വിൻറ്റി മാസിന്റെ എ മാംഗോ ഷേപ്ഡ് സ്പേസ് ആണ്. ഓക്കെ, മാംഗോ ഷേപ്ഡ് സ്പേസ് എന്ന് പറയുന്ന വർക്കാണ്. എഗൈൻ ഇതും സയൻസ് ഫിക്ഷൻ അല്ല. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതിനെ സ്പെക്കുലേറ്റീവ് ഫിക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും, പക്ഷെ സയൻസ് ഫിക്ഷൻ ആയിട്ട് വരില്ല. എഗൈൻ നമുക്ക് ഉംബർട്ടോ എക്കോയുടെ ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റി എന്ന് പറയുന്ന വർക്ക് വരുന്നുണ്ട്. ഇതിനെ സയൻസ് ഫിക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. എഗൈൻ നമുക്ക് ഫ്രാങ്ക് ഷൊവാർട്സിന്റെ ദ സ്വാം വരുന്നുണ്ട്, സയൻസ് ഫിക്ഷൻ ആണ്. അടുത്തതായിട്ട് കുഷോ ഇഷിഗുരുവിന്റെ നെവർ ലെറ്റ് മീ ഗോ വരുന്നുണ്ട്, സയൻസ് ഫിക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഈ CDE എന്നുള്ളതാണ് നമുക്ക് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ CDE നമുക്കുണ്ടോ? ഇവിടെ നോക്കി, CDE നമുക്കില്ല അല്ലേ. അതായത് നമുക്കിവിടെ CD എന്നുള്ള ആൻസർ ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, ഈ അവസാനം വന്നിരിക്കുന്ന 3 വർക്കുകളാണ് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്നത്. ആദ്യത്തേത് സ്പെക്കുലേഷൻ ഫിക്ഷൻ കാറ്റഗറിയിലും സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ കാറ്റഗറിയിലും, അതിന്റെ താഴെയുള്ളത് നമുക്ക് അഡൽട്ട് ഫിക്ഷൻ കാറ്റഗറിയിലുമാണ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു കൂട്ടത്തിൽ ഏതൊക്കെയാണ് നമ്മുടെ സയൻസ് ഫിക്ഷൻ എന്ന് ചോദിച്ചാൽ ട്രാവൽസ് ഇൻ ഹൈപ്പർ റിയാലിറ്റി സയൻസ് ഫിക്ഷൻ ആണ്. ദെൻ സ്വാമും നെവർ ലെറ്റ് മീ ഗോയും ആണ് സയൻസ് ഫിക്ഷൻ കാറ്റഗറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു.